ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നാം സാധാരണയായും ഉണ്ണിയേശുവിനെ കുറിച്ചും അമ്മയായ മാതാവിനെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഉണ്ണിയേശുവിന്റെ വരവിനായി ഏറെ വേദനകൾ സഹിച്ച് വളർത്തുപിതാവായ വിശുദ്ധ യോസേഫ് പിതാവിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. നിശബ്ദതയിലും ദൈവത്തിന്റെ ശബ്ദം കേട്ട ധന്യമനുഷ്യർ. മറിയത്തിന്റെ അസാധാരണമായ ഗർഭത്തെയും ഹേരോദേസിന്റെ ഭീഷണിയെയും ഈജിപ്തിലേക്കുള്ള യാത്രയുമെല്ലാം ആശയക്കുഴപ്പത്തിലാക്കിയെങ്കിലും ജോസഫ് ദൈവത്തിന്റെ ശബ്ദത്തോട് ജാഗരൂകനായിരുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ ഭൂമിയിലെ ആദ്യ സംരക്ഷകനും കൂടിയായിരുന്നു. ഈ ക്രിസ്മസിൽ യോസേഫ് പിതാവ് നിശബ്ദമാക്കുവാൻ നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മോട് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. വിശുദ്ധ യോസേഫ് പിതാവ് ഓരോ മനുഷ്യ ജീവിതത്തെയും ദൈവത്തിന്റെ വിലപ്പെട്ട നിധിയായിട്ടാണ് കരുതുന്നത്. ദുർബലരെയും പാവപ്പെട്ടവരെയും ബലഹീനരെയും സഹായിക്കുന്നത് നമ്മുടെ കടമയെന്നാണ് വിശുദ്ധ യോസേഫ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്മസ് കാലവും നമ്മെ നയിക്കുന്നത് പൂർണ്ണമായ ദൈവാശ്രയത്തിലും പരസ്പര സ്നേഹത്തിലുമാണ്. നിശബ്ദത, വിശ്വാസം, വിനയം, ധൈര്യം എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഓരോ ക്രിസ്മസും നമ്മെ സഹായിക്കട്ടെ. ആമേൻ.